നമ്മൾ ഇന്ന് ഡോഗ് ബെഡ് അൺബോക്സ് ചെയ്യാണ്. ചോട്ടക്കുട്ടന്റെ ഡോഗ് ബെഡാണ്. ചോട്ടന്റെ ഡോഗ് ബെഡാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആമസോണിൽ നിന്ന് വാങ്ങി തന്നത്. കപ്പറി വെച്ച് നമ്മൾ പൊട്ടിക്കണം. ആദ്യം ഒരു വടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വടിയാണെന്ന് അറിയില്ല. പിന്നെ നമുക്ക് വേറെ ഒരു വടിയും കൂടെ. പിന്നെ ഒരു വടി വടിയത്തെ തീരുന്നില്ലല്ലോ. ഇതേ അടുത്ത വടി. പിന്നെ തല്ലാനാന്നോ വന്നെ. തൊട്ടിന് വടി വേണോ? പേടിയാ. പിന്നെ അടുത്ത വടി. വടി ഉണ്ട്, വടി മാത്രമല്ല. പിന്നെയും വടി. എന്നെ അടിക്കാനാന്ന് തോന്നുന്നുണ്ട്. രണ്ടെണ്ണം കിട്ടണമെന്നാണ് മനസ്സിലായി. ഇനി അടുത്തായിട്ട് നമുക്കൊരു ഷീറ്റ്. ഇത് ഇൻസ്ട്രക്ഷൻ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെയും രണ്ട് കുഞ്ഞു വടി. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്ക് നമ്മൾ തുറക്കണം. അപ്പൊ ഇത് ഡോഗിനുള്ള എലിവേറ്റഡ് കൂളിംഗ് പെറ്റ് ബെഡാണ്. ഡോഗിനുള്ള എലിവേറ്റഡ് കൂൾ പെറ്റ് ബെഡിങ് ആണ്. 1000 rupees ആയി. സ്ക്രാച്ച് ചെയ്യാൻ പാടുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു തുണി ഇട്ട് കൊടുക്കണം നമ്മൾ. വെറുതെ നമ്മൾ അതിന്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. പിന്നെ കണ്ടവരൊന്നും അതിന്റെ മുകളിൽ കയറി നിരങ്ങാൻ പാടില്ല. നമ്മൾ കയറി ഇരുന്ന് പൊട്ടിക്കാൻ പാടില്ല. അത് പട്ടിക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ. പിന്നെ ഇത് ഇംഗ്ലീഷിലൊന്നും അല്ല. ഇത് വേറെന്തോ ഭാഷയിലെന്തോ എഴുതിയൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കണ്ട. ഒരുപാട് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റാലിയാനോ, എസ്പനോൾ, ഹിന്ദി. ഞാൻ ഹിന്ദി ആയിരിക്കും. ഇംഗ്ലീഷ്. ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആദ്യം നമ്മള് കോഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. ആദ്യം നമുക്ക് ഇതിന്റെ കവറ് തുറക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ചോട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചോട്ടന് ഇത് എങ്ങനെങ്കിലും ഒന്നത് അമ്മ കിടക്കൊന്ന് കിടത്തി വെച്ചിട്ടാണ് ഈ തറയിലുള്ള കിടപ്പ് എനിക്ക് അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് ചോട്ട് പറയുന്നത്. നിങ്ങളെല്ലാവരും കട്ടിലിൽ കിടക്കുന്നുണ്ടല്ലോ, എന്നെ മാത്രം എന്തുകൊണ്ട് താഴെ കിടത്തുന്നു എന്നുള്ള പരാതികളുണ്ട്. പക്ഷെ ഇടയ്ക്ക് കട്ടിലിൽ കയറി കിടക്കുന്ന ചോട്ടിനെ നമുക്കിവിടെ എല്ലാവർക്കും അറിയാം. സോഫയിൽ കയറി കിടക്കുന്ന ചോട്ടിന് നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മളിത് ആദ്യം തുറക്കണം. കവറെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ അത്രയോ നിർത്ത്. അത്രയോ അവിടെ ഒഴിഞ്ഞ ഓട്ടത്തിനായി പലരും വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ അടിയുണ്ടാക്കുമെന്ന് അറിയില്ല. ഒരെണ്ണം മേടിച്ച് നോക്കി. എന്തായാലും അവൻ പല സ്ഥലത്തും കയറി കിടക്കുന്നു. ഇനിയിപ്പോ ആ കിടപ്പ് വേണ്ട വിചാരിച്ചാണ് നമ്മൾ അവന് വേണ്ടി വാങ്ങിയത്. ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു. പാർട്ട് ടൈമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചോട്ട് അതിൻ്റെ ഇടയിൽ പോയി ക്യാമറമാനോട് കൊതിക്കുഴയുകയാണ്. ക്യാമറമാനെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് അൺബോക്സിംഗ് വീഡിയോ ആണോ അതോ ചോട്ടന്റെ കൊഞ്ചിക്കുഴയിലാണോ? ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വാങ്ങില്ലായിരുന്നു. ഞാനിത് മര്യാദക്ക് അങ്ങനെ തന്നെ പടത്തി കണ്ട പോലെ എന്ന് വിചാരിച്ചു. ഇതിപ്പോ വന്നപ്പോ സാധനം വലുതുമാണ്. ഇത് കുറെ വടിയൊക്കെ ഉണ്ട്.
ചോട്ടു കം ഹിയർ. കം. ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചോട്ടു കം. ചോട്ട് എക്സൈറ്റഡ് ആണ്. ചോട്ടിന് എന്താ പിടി കിട്ടണില്ല. ഇതെന്താന്ന് ചോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിന്നാനുള്ള സാധനമൊന്നുമല്ല. അത്രയും ഇവിടെ പോയി ഇടക്ക് ഗ്യാപ്പിന്റെ ഇടയിൽ അത്രയും കാണുന്നുണ്ടായി. അത്രയും ഇട്ട് ഇതെന്ത് ചെയ്യണം അതിന്റെ ഇടയിൽ. ചോട്ട് ആ നമ്മുടെ എന്തോ ഇമ്പോർട്ടന്റ് സാധനം അവർ തന്നയച്ചിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ചു നോക്കാം. വരും, ക്യാമറമാൻ വരും. ഇതാണ് തന്നേക്കുന്നത്. സിപ്പ് ലോക്ക് കവർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താന്ന് നോക്കട്ടെ. ഇതിനകത്തൊരു വടി. ഇതെന്തത് അറിയില്ല. പിന്നെ 4 സ്ക്രൂ. ഇതേ ഉള്ളൂ. ഇത് ട്വിസ്റ്റ് ആയില്ലെങ്കിൽ തീർന്നു. 4 സ്ക്രൂ. അതാ സ്ക്രൂ തിരിക്കാനുള്ള വടിയാ. ആ സ്ക്രൂ തിരിക്കാനുള്ള വടിയാ. അപ്പൊ നമ്മുടെ എഞ്ചിനീയറായ എഞ്ചിനീയറായ CMA എഞ്ചിനീയറിന്റെ മകളായ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 4 വടിയുണ്ട്. ഈ വടി എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കയറ്റാനാണ്. ആണോ? നമുക്ക് നോക്കാം ഏതൊക്കെ എവിടെയൊക്കെ കയറ്റണം നമുക്ക് നോക്കാം. ഇത് പുതിയ വടിയാണോ? അല്ല, അങ്ങനെ ഇതുള്ള വടിയാണ്. സോറി. ഷോർട്ട് സ്കൂട്ടായി ഹെളൊക്കെ കേട്ടിട്ട്. അതെ, എന്തായാലും ഇത് ഇവിടെ 4 കാലാണെന്ന് മനസ്സിലായി. അത് ഏകദേശം 4 കാലം ആവാറുള്ളത് കൊണ്ടാണോ? പിന്നെ ഇത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ളത്, ഇത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെയും അല്ല, ഇത് ഇവിടെയും ലെങ്ത് കൂടിയത് അവിടെ. ലെങ്ത് കൂടിയത് ഇവിടെ വെക്കണം. അപ്പൊ നമുക്കിത് കയറ്റാം. തൊട്ട് കയറ്റാം കേട്ടോ ഗൈസ്. ഞാനിത് ഇതിന്റെ അകത്തോട്ട് കയറ്റാണ്. അപ്പൊ അതൊക്കെ സാവധാനം കയറ്റുക. വല്ല കള്ളന്മാരും വന്നാൽ ഇതിൽ നിന്ന് ദൂരെടുത്ത് അടിക്കാം. അക്രമാസക്തമായ ഒരു ലോകമാണല്ലോ നമ്മുടെ കൺമുമ്പിൽ നടന്നു പോകുന്നത്. നടന്നു പോവാണോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. കുറച്ച് നാളായിട്ട് 330 തന്നെ ഇരിക്കാൻ നമുക്ക് നാളോറേ നല്ല ഉണ്ടാവും അറിയില്ല. അടുത്തതായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരിഞ്ഞ ഇത് മേടിച്ച് ഉപയോഗിച്ച റിവ്യൂ ഇവിടെ. ഇതപ്പുറത്ത് തരുന്ന നീ അല്ലല്ല അല്ല, അപ്പുറത്തെ സാധനം കൂടെ നമ്മള് ഇടുകയാണ്. നിങ്ങള് സാധനം വാങ്ങിച്ചിട്ട് റിവ്യൂ കമന്റ്. ഞാൻ റിവ്യൂ ചെയ്തു ഇപ്പൊ തന്നെ. എന്റെ വീടിന് ആ റിവ്യൂ ഇടാണ്ട്. ഞാനിപ്പോ ആമസോണിന് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്യണം. ആമസോൺ എനിക്ക് ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇത് കയറില്ലല്ലോ. പരിപാടിയാ. ഓക്കെ, നമുക്ക് നോക്കാം. തോന്നുന്നു ഇത് ഇവിടെ വല്ലോ ആയിരിക്കും ചേർക്കണമെന്നല്ലേ. അപ്പുറത്തെ സൈഡ് കയറ്റാൻ നോക്കി എന്തൊക്കെയാ ചെയ്യണേ. അത് അപ്പുറത്തെ സൈഡ് കയറ്റ്. ഏത്? അപ്പുറത്തെ ഓട്ടയെ കൂടി കയറ്റ്. അതല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഓട്ട. ഇതല്ലേ? അല്ലടോ, മറ്റേതാ. അത് അവിടെ അടവില്ലേ? ഇല്ലത് ഇങ്ങനെ നിക്കണം സ്റ്റാൻഡ്. ഇനി ഇത് ഇങ്ങനെയാണോ? ഇതെന്ത് വണ്ടാറാ? അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഇതിനകത്താണ്. ഓ, ഇതിങ്ങനെ കാല് കുത്തി നിക്കുവല്ലേ? ഞാൻ വെച്ചാൽ താഴെ ഇടുന്നതാണ്. താഴെ വഴിയുടെ അതായത് രമണ ഇത് ഇവിടെയാണോ? കേട്ടി തപ്പോ ഇറക്കണോണ്ട് എന്ത് ഇറക്കാം. ഇത് ഇതിനകത്താണെന്ന് തോന്നുന്നു. ഇതിനകത്താ. വീഡിയോയില് വരുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇത് ഈ ആണി ഇതിനകത്തോട്ട് കയറ്റാം നമുക്ക്.
കയറി. പക്ഷെ ഇവിടുന്ന് കഴിഞ്ഞു. അവിടെ കറക്റ്റ് ഫിക്സ് ചെയ്യണമായിരിക്കും അല്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് കൂടി പോന്നു. അതപ്പുറത്തെ സാധനം ഊര്. അത് ഊരാണ്ട് പറ്റില്ല. മറ്റേത് ടൈറ്റ് ആക്കണ്ടേ? ടൈറ്റ് ആയ ഇപ്പൊ തന്നെ. ഇനി കുഴപ്പമില്ല. ഇത് അവിടെ കിടക്കും. ഇനി അടുത്ത് ഇത് ഫിക്സ് ചെയ്യാം. അതവിടെ ടൈറ്റ് ആക്കിക്കോ, അല്ലെങ്കിൽ നേരത്തെ പോലെ വരും. ടൈറ്റ് ആക്കണേ തിരിക്ക്. ടൈറ്റ് ആവില്ല ഇങ്ങനെ. ഇനി കൊള്ളാം. അവിടെ നോക്കിക്കോളൂ. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മൾ ഇതിനകത്തൊന്നും കേട്ടില്ല. അടുത്ത വശം ബാക്കി 2 വശങ്ങൾ നാളെ അവർ കണ്ടിട്ടുണ്ടാവില്ല. ചോട്ടു ഡോഗ് ഓണറെ കാണാനില്ല. ചോട്ടു ചോട്ടു ചിക്കൻ. ഇത്ര മതിയോ? കഴിയാറായി ഏകദേശം. വർഷമായിട്ട് ചോട്ടിനൊരു കട്ടില് വാങ്ങിച്ചു തന്നില്ല എന്നുള്ള പരാതി നമ്മളൊന്ന് അവസാനിപ്പിക്കുക. അതായത് നമുക്കിനി വീട്ടിൽ തന്നെ കട്ടിലൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചെയ്ത് വെക്കാം. ഇതിന്റെ ഒരു വലിയ സൈസ് ഉണ്ടെങ്കിൽ നമുക്കും കിടക്കാവുന്നതാണ് അല്ലേ? എന്ത് പറയുന്നു ക്യാമറമാൻ? നടുവേന എടുക്കുക. ക്യാമറമാൻ്റെ ഒപ്പം ക്യാമറമാൻ അതിനോട് യോജിക്കുന്നില്ല. ചോട്ട് കിടക്കണതിന് പകരം ചാനൽ ഓണറാണോ കിടക്കാൻ പോണേ? പറയാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം. ഇതിന്റെ മണ്ടേന്ന് ഉരുണ്ട് വീണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേക്കരുത്. അതാണ് ശരിക്കും. അത് അവസാനത്തെ ആകുമ്പോ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും. ആശുപത്രി പോയി കിടപ്പിലായി. ഇതെന്താ ശരി
ഈ സൈഡിൽ എന്തോ ഒരു അപാകത ഉണ്ട് ഗൈസ്. എന്താന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. നല്ല ബലമുള്ള നമ്മുടെ ചാനൽ ഓണർ അത് നന്നാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം അപ്പൊ കട്ടില് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി ഫിക്സ് ചെയ്യുകയാണ്. വീഡിയോ ക്ലോസ്. വരൂ ചോട്ട് വരൂ. കറിക്കോ ബണ്ണെടുത്തോ എടുത്തോ. പേടിച്ച് വെക്കാണ്. നാണം കിട്ടുപോയല്ലോ. ബാ കേറതേ ബണ്ണെടുത്ത് തന്നോ. അതെ ക്രീം ബണ്ണ് വെച്ചിട്ടുണ്ട്. എടുത്തോ. പേടിയാണ്. കേറാനുള്ള സാധനം മനസ്സിലായിട്ടില്ല. ബാ കേട്ടോ. ആ കറിക്കോ. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. ഇരുന്നോ. ബാ അല്ല ഒന്നും പറ്റില്ല. ബാ കയറിയിരിക്കും. വാ അല്ലേ വാ ബാ. പേടിച്ച് അവൾക്ക് മനസ്സിലായിട്ടില്ലൊരു ഞാൻ അത്ര അനുസരണയോടെ വളർത്തിയേക്കുന്ന ഡോഗ് ആയതുകൊണ്ട് സോഫയിലൊന്നും കേറില്ല. ചേച്ചിരിക്കാൻ പറഞ്ഞാലും അവൻ കേറില്ല. തോന്നണം. ചോട്ട് ഞാൻ എടുക്കൂട്ടെ അല്ലെങ്കില് ബാ കം. കണ്ട അത്ര അനുസരണയുള്ള ഒരു പട്ടിയായിരുന്നു. അത് വേണമെങ്കിൽ ഓക്കെ. ബണ്ണു വേണ്ടേ? ബണ്ണു വേണ്ടേ? ബാ പിടിച്ചിരുത്തണേ. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. പൊക്കി എടുത്ത് കിടത്തണോ? കുറച്ചു നേരം വീഡിയോ ഇത്രേ ഉള്ളൂ. അമ്പട കേമ. ചേടാ ഒരു തുമ്മൽ. അശ്ശോ കൊള്ളാം ഇഷ്ടപ്പെട്ടു.